നമസ്കാരം എല്ലാവർക്കും. ഗിരീഷ് ഫിസിക്സിലേക്ക് സ്വാഗതം. ഇനി ഇങ്ങനെ പറയേണ്ട ഫോർമാലിറ്റികളൊന്നും നമുക്കില്ല, കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാണ്. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു. ആദ്യത്തെ ക്ലാസ് നമ്മുടെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങി വെച്ചു. അതിന്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്ന് ഡയമെൻഷൻസ് എന്ന് പറയുന്ന കുറെ ഭാഗങ്ങൾ നമുക്ക് ഇന്ന് തീർക്കാൻ പറ്റും. നിങ്ങൾ പലരും ഒരുപാട് പേരിനോട് ചോദിച്ചു സാർ ഇത് ഇതിനുള്ളിൽ തീർക്കാൻ പറ്റുമോ? ഉറപ്പായിട്ട് തീർത്തിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബ് ലൈവിൽ, എനിക്ക് വളരെ സന്തോഷം തോന്നിയ ദിവസം, യൂട്യൂബ് ലൈവിൽ ഒരുപാട് പേര് 10,500 പേരോട് 1,500 പേരോട് ആ ലൈവ് ആ സമയത്തിനുള്ളിൽ ഒരു 40 മിനിറ്റോളം. പിന്നെ എനിക്ക് നെറ്റ്വർക്കിന്റെ ഇവിടെ വൈഫൈ ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ അത് വൈഫൈ അന്നേരത്തെ അതിനൊരു മോശം സമയം എന്നൊക്കെ പറയുന്ന പോലെ അതിന് മുമ്പ് ഒരു 1.5-3 മണിക്കൂർ മുമ്പ് വൈഫൈ ഡിസ്കണക്ട് ആയി. പിന്നെ നമ്മുടെ നെറ്റ്വർക്കിന്റെ കാര്യമൊക്കെ അറിയില്ല, നെറ്റ്വർക്ക് ഒക്കെ ശകലം പ്രശ്നമാണ്. എന്നാൽ പോലും 3/4 മണിക്കൂറോളം 40-45 മിനിറ്റ് 50 മിനിറ്റോളം കിട്ടി. അതൊക്കെ ധാരാളമാണ്. ലൈവ് വന്നപ്പോൾ നമ്മൾ 2 ഡിസിഷൻ എടുത്തു. ഇത്രയായിട്ട് കേൾക്കുന്ന കുട്ടികളെല്ലാം ശ്രദ്ധിക്കുക. 2 ഡിസിഷൻ നമ്മൾ എടുത്തു. എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയുമാണ് നമ്മുടെ ഇനിയുള്ള ഫിസിക്സിന്റെ ഇംപ്രൂവ്മെന്റ് ക്ലാസ്. എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയുമാണ് ക്ലാസ് എന്ന് പറയുന്നത്. പിന്നെ ചിലർ ചോദിച്ചു 3 ക്ലാസ് എടുക്കാം. നമുക്ക് ആവശ്യം വന്നാൽ 3 ക്ലാസ് എടുക്കാം. നിങ്ങൾ ആലോചിക്കുക, ഞാൻ എന്റെ 10 കഴിഞ്ഞിട്ടുള്ള +1 കുട്ടികൾക്ക് വേണ്ടി ഞാൻ അല്ലാതെ ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈനിൽ. 10 സ്റ്റേറ്റിനും 10 CBSEക്കും എടുക്കുന്നുണ്ട്. എന്റെ തന്നെ +1 കഴിഞ്ഞവർക്ക് +2ന്റെ സിലബസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സമയം അതിനുവേണ്ടി മാത്രമാണ്. പിന്നെ നിങ്ങൾ ഈ അയക്കുന്ന മെസ്സേജുകൾക്കെല്ലാം 99% 100% തന്നെ തരുന്നുണ്ടെന്ന് പറയാം. 3:30-ക്കും 3:45-നുമാണ് ഞാൻ എല്ലാവർക്കും പരമാവധി മെസ്സേജ് അയച്ചിട്ട് കിടക്കുന്നത്. 7 മണിക്ക് എഴുന്നേൽക്കുകയും വേണം, വീണ്ടും ഓൺലൈൻ ക്ലാസ് തരണം. ഇതൊന്നും ഒരു പരാതികളൊന്നും അല്ല, കാരണം ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട ജോലികളാണ്. എന്നാൽ പോലും നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ അന്നേരം റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പിന്നായാലും ഞാൻ റെസ്പോണ്ട് ചെയ്തോളാം കേട്ടോ. അന്നേരം അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഈ വ്യാജ വാർത്തകൾ യൂട്യൂബിനകത്തായാലും വാർത്തകളുണ്ട്. ഓഗസ്റ്റ് 8-ാം തീയതി പരീക്ഷ. ഓഗസ്റ്റ് 8 എന്ന് പറയുന്നത് 3-4 ദിവസം കഴിയുമ്പോൾ ഓഗസ്റ്റ് 8-ആണ്, അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ ഓഗസ്റ്റ് 8-ആണ്. അന്നേരം ഓഗസ്റ്റ് 8-ാം തീയതി പരീക്ഷ, ഓഗസ്റ്റ് 15-ാം തീയതി പരീക്ഷ, 2 ദിവസങ്ങളിൽ പരീക്ഷ. ഇങ്ങനൊന്നും നിങ്ങൾ ഈ വാർത്തകളിൽ കേട്ട് ടെൻഷൻ അടിക്കരുത്. ഹയർ സെക്കൻഡറി ബോർഡ് അല്ല, അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജുകൾ, ഇതെല്ലാ വർഷങ്ങളും വന്ന് കുട്ടികളെ ഇങ്ങനെ ടെൻഷൻ ആകുന്ന ഒരു സംഭവം. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഇന്റലക്ച്വൽ കഴിവുള്ള കുട്ടികളല്ലേ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുകയും അങ്ങനെയുള്ള മെസ്സേജ് ഹയർ സെക്കൻഡറി ബോർഡിന്റെ സൈറ്റിൽ നിന്ന് വരുന്ന കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് വരുമ്പോൾ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ ടെൻഷൻ അടിക്കുകയും. അന്നേരം നമ്മള് ഡിസിഷൻ എടുത്തത്, ഒന്നുകൂടെ പറയുന്നത്, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 3 ക്ലാസ് ആക്കാം. അതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ക്ലാസ് എടുക്കാനകത്ത് ഒരു പ്രശ്നമില്ല. എല്ലാ ടോപ്പിക്കുകളും അത്യാവശ്യം എല്ലാ ടോപ്പിക്കുകളും തന്നെ ഞാൻ പറഞ്ഞു പോകും. പ്രോബ്ലംസ് ന്യൂമറിക്കൽസ് ചെയ്യും, ആവശ്യമുള്ള ന്യൂമറിക്കൽസ് ചെയ്യും. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയേണ്ട ഒരുപാട് കുട്ടികൾ എന്നോട് വിളിച്ചു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു തരും ഉറപ്പായിട്ടും. പിന്നെ നോട്ട്സ് എങ്ങനെ, ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്. നോട്ട്സ് എങ്ങനെ തരും? നോട്ട്സ് ഇനി നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷന്റെ അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിന്റെ ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നോട്ട് തരുന്നത്. അതുപോലെ തന്നെ എന്റെ സ്റ്റഡി മെറ്റീരിയൽസ്, സാധാരണ എന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരും. അത് നോട്ട്സ് ആയിരിക്കും. പിന്നെ ഒരു ഇക്വേഷൻ കാർഡ്, ഞാൻ 3-4 ചാപ്റ്റർ കൂടുമ്പോൾ ഇക്വേഷൻ കാർഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല, ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഇക്വേഷൻ കാർഡാണ്. നിങ്ങൾക്ക് എളുപ്പമാണ്. ഇപ്പൊ ഡയമെൻഷൻ പഠിപ്പിക്കും 40 ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ, എൻട്രൻസിനൊക്കെ നിങ്ങൾക്ക് അത് ഒരുപാട് വാല്യൂബിൾ ആയിരിക്കും. 40 ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ എല്ലാം അതിനകത്തുണ്ട്. അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തരും. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ഇപ്പൊ ഇംപ്രൂവ്മെന്റിന് വേണ്ടി സമയം കണ്ടെത്തണം. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് +1ന്റെ കൂടെ +2 കൂടെ പഠിക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവുന്നു. ടൈം ടേബിൾ ആദ്യം ഞാൻ നിങ്ങൾ പറഞ്ഞു നിർത്തുന്നു, പിന്നെ ഇടയ്ക്ക് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. +1ന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തണം. ഇപ്പൊ നിങ്ങൾ +1ന് വേണ്ടി ഒരു ദിവസം ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും ഒരു വിഷയത്തിന് 3 മണിക്കൂറെങ്കിലും, 3 വിഷയമാണെങ്കിൽ 9 മണിക്കൂർ, 24 മണിക്കൂറുണ്ട്. അത് 9 മണിക്കൂർ നിങ്ങൾ കണ്ടെത്തണം. 3 വിഷയം ചെയ്യുന്നവരാണെങ്കിൽ 9 മണിക്കൂർ കണ്ടെത്തണം. 3 മണിക്കൂർ കണ്ടെത്തി നല്ല വൃത്തിയായിട്ട് പഠിച്ചു തീർക്കാം. പഠിച്ചു തീർത്ത് നിൽക്കുന്ന എവിടെയാണോ അവിടെ വരെ നമുക്ക് ആ സമയം വരെ നമ്മൾ എടുത്താൽ മതി. അന്നേരം പഠിച്ചു തീർക്കുന്നത് സ്പീഡിൽ പോയി അങ്ങ് പഠിച്ചാൽ നമുക്ക് ഉറപ്പാക്കണം. ഇനി ഞാൻ കുറച്ച് ടിപ്സൊക്കെ ഞാൻ അതിനിടയിൽ പറഞ്ഞു തരാം. മറവി രോഗമുള്ളവർക്കൊക്കെ നമുക്ക് ചെറിയ ടിപ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അതിലൂടെ ആഡ് ചെയ്ത് പോകാം. അന്നേരം അത് ഓർക്കുക.
അന്നേരം +1ന്റെ ടോപ്പിക്ക് നിങ്ങൾ ഒരു മണിക്കൂർ ഒന്ന് നോക്കണം. കാരണം ഇന്നത്തെ +1ന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ +2 പെട്ടെന്ന്. ഇന്നത്തെ ഞാൻ ന്യൂസ് വായിച്ചപ്പം അതായത് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഒക്ടോബറിലോട്ടേ വല്ലതും ആകും, സെപ്റ്റംബർ അവസാനം ഒക്ടോബറിലോട്ടാകും, മാസം എന്നുള്ള പരീക്ഷ ചിലപ്പോൾ മെയ്യിലോട്ടാവും. അന്നേരം നിങ്ങൾ ഉറപ്പിച്ച് പരീക്ഷയുണ്ട്, അതിനകത്ത് മാറ്റവും ഇല്ല, കൊറോണ ഒന്നും പരീക്ഷയെ ബാധിക്കത്തേയില്ല. അത് ഇംപ്രൂവ്മെന്റ് ആയാലും പബ്ലിക് എക്സാം ആയാലും. അന്നേരം നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കാം. അന്നേരം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അന്നേരം ഞാൻ ഇനി കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ, പറഞ്ഞെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ സം ലാർജ് മെഷർമെന്റ് ഓഫ് ലെങ്തിന്റെ ഏറ്റവും ലാർജ് മെഷർമെന്റ് നമ്മൾ എടുക്കുന്ന 3 മെത്തേഡുകളെ കുറിച്ചാണ്. ഒന്ന് ആംഗുലർ മെഷർമെന്റ്, 2 പാരലാക്സ് മെത്തേഡ്, 3 സിലബസ് വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നാലും ഞാനത് പറയുകയാണ്, റിഫ്ലക്ഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡുകളെ കുറിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് നമുക്ക് ഡയമെൻഷനിലോട്ട് വരാം. നമുക്ക് ആ 3 മെത്തേഡിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആംഗുലർ മെഷർമെന്റ് ആണ്, 2 പാരലാക്സ് മെത്തേഡ് ആണ്, 3 റിഫ്ലക്ഷൻ മെത്തേഡ് ആണ്. അന്നേരം ഓരോന്നിനായിട്ടുള്ള പ്രത്യേകതയുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈ അസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ നമുക്ക് സ്കെയിൽ വെച്ചൊന്നും മെഷർ ചെയ്യാൻ പറ്റത്തില്ല. എന്തോ ഈ അസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ സണ്ണ്, മൂണ്, പ്ലാനറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സ് ആണ്. ഒരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ച 1-2 വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, മൂണിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന, മൂണിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പലരും പരീക്ഷയ്ക്കാവട്ടെ എഴുതിയിട്ടില്ല. അന്നേരം എല്ലാവരും എഴുതിയത് പാരലാക്സ് മെത്തേഡാണ്. അന്നേരം അത് ആംഗുലർ മെഷർമെന്റ് ആണ്. NCERT ടെക്സ്റ്റിനകത്ത് അത് പറഞ്ഞു പോകുന്നുണ്ട്, വലിയ കാര്യമായിട്ട് പറഞ്ഞു പോകുന്നില്ല, അത് പറഞ്ഞു പോകുന്നുണ്ട് കൃത്യമായിട്ട് ആംഗുലർ മെഷർമെന്റ്. അന്നേരം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആംഗുലർ മെഷർമെന്റ്. നമുക്ക് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയഗ്രാം ഉള്ളതിനെല്ലാം മസ്റ്റ് ആയിട്ട് ഡയഗ്രാം വരച്ചിരിക്കണം. ഡയഗ്രാം വരച്ചില്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യാണ്, ചില 2 മാർക്കിന്റെ ക്വസ്റ്റ്യാണെങ്കിൽ 1 മാർക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് കെട്ടേക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാർക്ക് ഉണ്ടല്ലോ, ഇപ്പം 60-ൽ 54 പ്രതീക്ഷിച്ച് ചിലപ്പം 45 കിട്ടാനുള്ള കാരണം നമ്മൾ ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അന്നേരം ഡയഗ്രാം കൃത്യമായിട്ട് പഠിക്കുക. അന്നേരം ആംഗുലർ മെഷർമെന്റ് എന്ന് പറയുന്നത് മൂണിന്റെ ഒരു ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ആംഗുലർ മെഷർമെന്റ്. പൊതുവെ അസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഒന്ന് നോക്കുക, O എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ പടത്തിൽ ലെറ്റേഴ്സ് എല്ലാം ഞാൻ കൃത്യമായിട്ട് പറയാം. O എന്ന് പറയുന്നത് ഒബ്സർവർ ആണ്. ഒബ്സർവർ എന്ന് പറയുന്നത് മലയാളത്തിൽ നിരീക്ഷകനാണ്, നമ്മൾ നോക്കുന്നതാണ് ഒബ്സർവർ. ഇത് നിങ്ങൾ 3 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഞാൻ പടം വരയ്ക്കാൻ അത്ര ബ്രില്യന്റ് ഒന്നും അല്ല കേട്ടോ. അന്നേരം പടം വരച്ചിട്ടുണ്ട്, ഒരു 3 ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. സർക്കിളിനെ AB എന്ന് പറയുന്നതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് ആയിട്ട് എടുത്താലും മതി. X എന്ന് പറയുന്നത് O മുതൽ, ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട്, എയും ബിയും, 2 ഓപ്പോസിറ്റ് ഡയമീട്രിക്കലി എൻഡ്സ് ആണ് എയും ബിയും. O മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് 6ഉം O മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ്, സ്വാഭാവികമായിട്ടും O മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ O മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും, 6 ആണ്. ഇതിനിടയിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആംഗിൾ എന്ന് പറയുന്നതാണ് തീറ്റ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു 3 ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിന്റെ ഡയമീട്രിക്കൽ ഓപ്പോസിറ്റ് എൻഡ്സ് എന്ന് പറയുന്നത് AB അതിനിടയിലുള്ള ലെങ്ത് അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് X ആണ്. O എന്ന് പറയുന്ന ഒബ്സർവർ ആണ്. O മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. O മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. ഇതിനിടയിലുള്ള ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഇനി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട്, കാർഡ് കയറിയൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല, കാരണം അങ്ങനെ പോയി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീരാൻ ബുദ്ധിമുട്ടായിരിക്കാം. അതായത് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ നിങ്ങൾ മാത്സിൽ ഫിസിക്സിലും എല്ലാം പഠിക്കുന്നതാണ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചത് കേട്ടോ, ഒരു പ്രശ്നമില്ല. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. നിങ്ങൾ തന്നെ പറഞ്ഞേ, ആംഗിൾ എന്ന് പറയുന്നതിനകത്ത് ഏതാണ്? തീറ്റയാണ്. ഈസ് ഈക്വൽ ടു ആർക്ക് എന്ന് പറയുന്നുണ്ട്, ഇതല്ലേ, ഇതിലെ ഒരു ആർക്കിന്റെ ഒരു ഷേപ്പ് ആയിട്ട് നമുക്ക് കാണാമല്ലോ. ആർക്കിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? X എന്ന് കൊടുക്കാം. ബൈ ഇതിനിടയിലുള്ള ലെങ്ത് എന്ന് പറയുന്ന റേഡിയസ് എന്ന് പറയുന്ന ലെങ്ത് ആയിട്ട് എടുക്കാം. അന്നേരം റേഡിയസിന് വരെ നമുക്ക് 6 എന്ന് കൊടുക്കാം. നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? ഈ X ആണ് അല്ലെ. X ഈസ് ഈക്വൽ ടു R തീറ്റ. ഇത്രേ ഉള്ളൂ. ഇതാണ് ആംഗുലർ മെഷർമെന്റ്. ഈ പടവും ഇത്രയും കാര്യങ്ങളും പഠിച്ചാൽ ആംഗുലർ മെഷർമെന്റ് ആയില്ലേ? സിമ്പിൾ ആണ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. തീറ്റ ഈസ് ഈക്വൽ ടു X എന്ന് പറയുന്നത് ആർക്കായിട്ട് എടുക്കുന്നു, ബൈ റേഡിയസ് എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ട് എടുക്കുന്നു. തീറ്റ ഈസ് ഈക്വൽ X ബൈ R. അതിന് X ഈസ് ഈക്വൽ ടു R തീറ്റ. ഇതറിയാമെങ്കിൽ വളരെ എളുപ്പമാണ് പാരലാക്സ് മെത്തേഡ്. അന്നേരം ആംഗുലർ മെഷർമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതിലോട്ട് ഞാൻ കയറുകയാണ്. പാരലാക്സ് മെത്തേഡ്.
പാരലാക്സ് മെത്തേഡും അസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് പാരലാക്സ് മെത്തേഡ്. ഇപ്പൊ ഇവിടെ രണ്ട് ഒബ്സർവിംഗ് പോയിന്റ് ആണ്. നമ്മളിവിടെ O എന്ന് പറയുന്ന ഒബ്സർവർ ആണ്. ഒബ്സർവിംഗ് പോയിന്റ് ആണ് എയും ബിയും. അതിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. ഇവിടെ എസ് എന്ന് എടുത്തേക്കുന്ന ഞാനൊരു ഇവിടെ പ്ലാനറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ പി എന്ന് കൊടുത്താൽ അത് പ്ലാനറ്റ് ആണ്. അസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റിൽ ഒരെണ്ണമാണ് പ്ലാനറ്റ്. ഇവിടെ ഞാൻ എസ് എന്ന് എടുത്തേക്കുന്നത് സണ്ണിനെയാണ്. എ മുതൽ എസ് വരെയുള്ള ദൂരം 6 ആണ്. നിങ്ങൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ബി മുതൽ എസ് വരെയുള്ള ദൂരം 6 ആണ്, സെയിം ആണ്. അതിനിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഈ തീറ്റയെ പാരലാക്സ് ആംഗിൾ എന്നൊക്കെ പറയാം. ഓക്കെ, അന്നേരം നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ആ ഒബ്സർവിംഗ് പോയിന്റ് മുതൽ സണ്ണ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. 6 കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? ഞാൻ എഴുതുന്നതിലൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നോക്കിക്കോണേ. അന്നേരം ഇതേ ഇക്വേഷൻ നമുക്ക് എടുക്കാം. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആംഗിളിന് വരും പെട്ടെന്ന് തന്നെ തീറ്റ. ഇത് നിങ്ങൾ എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്തോണം. എ ബി എ ബിക്ക് ഇവിടെ കൊടുക്കുന്നത് എന്താണ്? ആർക്കായിട്ട് ഒരു ആർക്ക് ലെങ്ത് ആയിട്ട് എ ബി എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഡിസ്റ്റൻസ് പറയുന്നത് എക്സ് ആണ്. ബൈ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ 6 ആണ് അല്ലെ? പലർക്കും ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ ഇതിൽ നിന്ന് 6 കണ്ടുപിടിക്കുന്നത് തെറ്റിക്കുകയൊക്കെ ചെയ്യും. അതായത് ഞാൻ ഒരു സ്റ്റെപ്പ് എളുപ്പത്തിന് അങ്ങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എക്സ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ R into theta. X is equal to R into theta. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒബ്സർവിംഗ് പോയിന്റ് മുതൽ സൺ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ ഇത് പ്ലാനറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പ്ലാനറ്റ് വരെ ഡിസ്റ്റൻസ് ആണ്. അന്നേരം അതിൽ നിന്ന് R is equal to X by theta. ഓക്കെ, ഇതാണ് പാരലാക്സ് മെത്തേഡ്. ഇതാണ് ആംഗുലർ മെഷർമെന്റ്. അടുത്തത് എളുപ്പമാണ്. റിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. റിഫ്ലക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്ന 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, റഡാർ. 2 സോണാർ. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളൂ. റഡാറും സോണാർ. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് 2 or 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. പാരലാക്സ് മെത്തേഡും ആംഗുലർ മെഷർമെന്റും എപ്പോഴും ഓർത്തോണം. ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ്. എന്നിട്ട് അതിന്റെ നോട്ട്സ് തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്റെ സെന്റൻസ് മേക്കിംഗ് ഉണ്ട്. കൃത്യമായിട്ടുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കേണ്ടത് പഠിക്കുക. എളുപ്പമാണ് ഇത് രണ്ടും. റിഫ്ലക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്ന 2 ഒന്ന് റഡാറിലും സോണാറിലും. എന്താണ് റഡാറിന്റെ ഫുൾ ഫോം? റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ഒരു വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത് തരം വേവ്സ് ആണ് റഡാറിൽ യൂസ് ചെയ്യുന്നത്? പെട്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഏത് തരം വേവ്സ് ആണ് റഡാറിൽ യൂസ് ചെയ്യുന്നത്? റേഡിയോ വേവ്സ് ആണ്. എന്തോ വേവ്സ് ആണ്? റേഡിയോ വേവ്സ്. അങ്ങനെയാണെങ്കിൽ സോണാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സൗണ്ട് നാവിഗേഷൻ റേഞ്ചിങ് എന്ന് പറയുന്നതാണ് സോണാർ എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്ന പലരും അങ്ങ് തെറ്റിക്കും. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സൗണ്ട് വേവ്സ് എന്ന് പറയും. സൗണ്ട് വേവ്സ് അല്ല, അൾട്രാസോണിക് വേവ്സ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, സോണാറിൽ ഉപയോഗിക്കുന്നത്. അത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. അന്നേരം റിഫ്ലക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്ന 2 സ്ഥലങ്ങൾ ഒന്ന് പറഞ്ഞാൽ റഡാറും 2 സോണാറും ആണ്. റഡാറിൽ റേഡിയോ വേവ്സും സോണാറിൽ അൾട്രാസോണിക് വേവ്സ്. സൗണ്ട് വേവ്സ് അല്ല, ഓർത്തോണം, അൾട്രാസോണിക് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മള് സം ലാർജ് മെഷർമെന്റ് ഓഫ് ലെങ്ത് എന്നുള്ള സംഭവം കഴിഞ്ഞു. അന്നേരം ഓർത്തേക്കുക, ആ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ഡയമെൻഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഡയമെൻഷൻ അറിയാതെ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പോകാനേ പറ്റത്തില്ല. എറർ എന്ന് പറയുന്ന പോർഷൻ മുമ്പ് വരെയുള്ള എല്ലാം ഡയമെൻഷനാണ്. അന്നേരം ഡയമെൻഷൻ കൃത്യമായിട്ട് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഡയമെൻഷൻ പഠിപ്പിക്കുന്നത് വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഈ ഭാഗം നമുക്ക് ക്ലിയർ ആയി. നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തുടക്കത്തിലൊക്കെ സൗണ്ട് എഫക്റ്റ് അല്ല കേട്ടോ, മഴ അറിയുന്ന സൗണ്ട് ഒക്കെ കേൾക്കാം കേട്ടോ, ക്ലിയർ സൗണ്ട് ഒക്കെ കേൾക്കാം കേട്ടോ, ഒന്നും കുഴപ്പമില്ല. അന്നേരം ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും താഴത്തെ ക്ലാസ്സിലും ഒന്നും പഠിച്ചിട്ടില്ല. പല കുട്ടികൾക്കും ഡയമെൻഷൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കാണും. ഞാൻ സാധാരണ 40 ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഒക്കെ ഡയമെൻഷൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഒരു 10-15 എണ്ണമെങ്കിലും നമ്മൾ മിനിമം അറിഞ്ഞിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഡയമെൻഷൻസ് നമുക്ക് പഠിക്കണം. അന്നേരം
വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ചിലപ്പോൾ ഈ ക്ലാസിന്റെ ഡ്യൂറേഷൻ 1 മണിക്കൂർ വരെയൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം 3/4 മണിക്കൂർ, ചിലർ 3/4 മണിക്കൂർ താഴെയാക്കണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 കൊല്ലം പഠിക്കേണ്ട ടോപ്പിക്കാണ് നമ്മൾ ഈ വളരെ കുറച്ച് സമയത്തുള്ളിൽ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഇപ്പൊ 3 ക്ലാസ് അല്ല 5 ക്ലാസ് ആഴ്ച തരാണെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചോളാം, കുഴപ്പമില്ല കേട്ടോ. അതിനകത്ത് വിഷമിക്കുകയേ വേണ്ട. പക്ഷെ ഫുള്ള് ക്ലാസ് ഓടിച്ചിട്ട് വിടാതെ നമുക്ക് വേണം മനസ്സിൽ മാർക്ക് കിട്ടണം എന്നുള്ള രീതി പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാനത് ബേസ് മുതൽ പഠിപ്പിക്കുന്നത്, ഡയമെൻഷൻസ് ഒക്കെ കേട്ടോ. ഇത്രയും പഠിപ്പിച്ചാൽ എങ്ങനെ തീരും സാറേ, അങ്ങനെ ടെൻഷൻ വേണ്ട കേട്ടോ. ഓക്കെ, അവരുടെ ഡയമെൻഷൻസ്. എന്താണ് ഡയമെൻഷൻ? വാട്ട് ഈസ് മീൻ ഡയമെൻഷൻ? ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പവേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയെ പറയുന്ന പേരാണ് ഡയമെൻഷണൽ അനാലിസിസ്. അന്നേരം അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കാം. എന്നാൽ നമുക്ക് അതിലോട്ട് അങ്ങ് തുടങ്ങാം. മാസ് നമുക്ക് പറയുമ്പോഴേ അറിയാം. ആദ്യത്തെ മാസ് എന്ന് പറയുന്നത് മാസ് 1, ഞാൻ 1 എന്ന് കൊടുക്കുകയാണ് കേട്ടോ. മാസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് m ആണ്. 2 ലെങ്ത് ഡയമെൻഷൻ എന്താണ്? നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ, L ആണ്. ടൈം T ആണ്. ഇതും വിട്ടൊരു കളിയില്ല. MLT രീതിയിലല്ലേ നമ്മൾ ഡയമെൻഷൻ എഴുതുന്നത്. അന്നേരം മാസിന്റെ ഡയമെൻഷൻ m ആണ്, ലെങ്ത് ഡയമെൻഷൻ L ആണ്, ടൈമിന്റേത് T ആണ്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരെണ്ണം ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? ഇപ്പൊ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും ഒക്കെ ഉണ്ടെങ്കിലും കെൽവിനാണ്. അന്നേരം ആ കെൽവിന്റെ K ആണ് അതിന്റെ ഡയമെൻഷൻ ടെമ്പറേച്ചറിന്റെ. 5 ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ I ആണ്. വേണമെങ്കിൽ ഡയമെൻഷൻ ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് ആംബിയർ ആണ്. അതുകൊണ്ട് നമുക്ക് A എന്ന് എഴുതാം. അന്നേരം I അല്ലെങ്കിൽ A. ഇപ്പൊ 5 ഞാൻ പറഞ്ഞല്ലോ. മാസിന്റെ M ആണ്, ലെങ്തിന്റെ L ആണ്, ടൈമിന്റെ T ആണ്, ടെമ്പറേച്ചറിന്റെ K ആണ്, ഇലക്ട്രിക് കറന്റിന്റെ I ആണ്. അല്ലെങ്കിൽ A എന്തുകൊണ്ടാവുന്നേ? ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. ആംബിയർ ഡിനോട്ട് ലെറ്റർ ആണ് A എന്ന് പറയുന്നത്. അന്നേരം ഈ 5 കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ അടുത്തിലോട്ട് പതുക്കെ പോവാം. ഏരിയ നിങ്ങൾ തന്നെ പറയാം. ഇക്വേഷനിൽ ഓർക്കണം, നന്നായിട്ട് എഴുതി പഠിക്കണം. അതിന്റെ ടിപ്സ് പറയാം. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഈസ് ഈക്വൽ ടു, ഓക്കെ, ലെങ്ത് എന്ന് പറയുന്നത് ഡയമെൻഷൻ എന്താണ്? L. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും വീതി, അതുപോലെ ലെങ്ത് തന്നെ അല്ലേ? L ഇൻറ്റു L എന്ന് പറഞ്ഞാൽ L സ്ക്വയർ അല്ലേ? ചില സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്, അല്ലെ? ടെക്സ്റ്റ് ഇങ്ങനെ എഴുതാറുണ്ട്. ഇപ്പം MLT, ഇവിടെ L സ്ക്വയർ ഒന്നുണ്ട്, L സ്ക്വയർ, പിന്നെ ബാക്കിയുള്ളിടത്തെല്ലാം 0 കൊടുക്കും. ഇങ്ങനെ എഴുതിയാലേ പറ്റത്തുള്ളൂ സാറേ, ഇങ്ങനെ തന്നെ എഴുതിയാലേ മാർക്ക് കിട്ടത്തുള്ളൂ, അങ്ങനൊന്നും ഇല്ല. പിന്നെ ചിലർ ഇങ്ങനെ ബ്രാക്കറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇത് എങ്ങനെ വരാനുള്ള കാരണം, ഈ A⁻0 എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം 1 ആണ്. M⁻0യും T⁻0യും 1 വന്നു കഴിഞ്ഞാൽ ബാക്കി എന്താ വരത്തുള്ളൂ? L സ്ക്വയർ. അങ്ങനെ ഫോമിലാക്കണമെന്ന് നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് L സ്ക്വയർ എന്ന് എഴുതി പഠിച്ചാൽ മതി. അടുത്ത വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു, ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു പോക്കോണം കേട്ടോ. ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ്, ഏത് വേണമെങ്കിലും എടുക്കാം, സെയിം ആണ്. അന്നേരം വോളിയം ഈസ് ഈക്വൽ ടു ലെങ്തിന്റെ L ഇൻറ്റു ബ്രെഡ്ത്തിന്റെ L, ഹൈറ്റ് എന്ന് പറഞ്ഞാലും L. അന്നേരം എന്ത് വരും? വോളിയം ഈസ് ഈക്വൽ ടു L ക്യൂബ്. അപ്പോൾ അതിന്റെ അടുത്തതിലോട്ട് പോകാൻ നമുക്ക് ഞാൻ ഇങ്ങോട്ടും എഴുതുന്നുണ്ട്, എല്ലാം ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. 8 ഒരു 10-16 പഠിക്കണം കേട്ടോ. 8 ഡെൻസിറ്റി. ഓക്കെ, നമുക്കിങ്ങനെ പാട്ട് പോലെ ഇങ്ങനെ പഠിച്ചോ. മാസ് ബൈ, എല്ലാത്തിന്റെ ഇക്വേഷൻ മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസിന്റെ ഡയമെൻഷൻ M ബൈ വോളിയത്തിന്റെ L ക്യൂബ് അല്ലേ? ഇപ്പൊ നമ്മൾ മാത്സ് പഠിച്ചിട്ടില്ലേ? A/B² ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതുന്നേ? B² മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ AB⁻² എന്നല്ലേ എഴുതുന്നേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു M, L ക്യൂബ് മുകളിൽ പോയി കഴിഞ്ഞാൽ L⁻³ ML⁻³ ക്ലിയർ ആയേ? അടുത്ത 9 സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വാട്ട് ഈസ് മീൻ സ്പീഡ്? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ
ലെങ്ത് തന്നെയാണ്. അത് നമുക്ക് എന്ത് കൊടുക്കാം, L/T. ടി എന്ന് പറഞ്ഞാൽ വെറും ടി എന്ന് പറഞ്ഞാൽ T⁻1 എന്നല്ലേ. അത് മുകളിൽ പോകുമ്പോൾ എന്ത് വരും, T⁻1 എന്ന് വരും. അന്നേരം സ്പീഡ് ഈസ് ഈക്വൽ ടു L⁻⁻1. ഓക്കെ, ചെറുതായിട്ടൊക്കെ എഴുതുകയാണെങ്കിൽ നമ്മൾ ഫുൾ സ്ക്രീനിൽ കാണാം കേട്ടോ. അന്നേരം 10 സ്പീഡ് കഴിഞ്ഞ് നമുക്ക് അടുത്തതിലോട്ട് പോവാം. വെലോസിറ്റി, ഇവർ തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അന്നേരം L/T തന്നെ, ടൈമിന്റെ ടി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു L⁻1 മുകളിൽ പോയി കഴിഞ്ഞാൽ L⁻⁻1. അന്നേരം ഒരു അഭേദ്യമായ ബന്ധം ഈ സ്പീഡും വെലോസിറ്റി എന്നുള്ളത്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും ഡയമെൻഷൻ നിങ്ങൾ നോക്കിയേ, രണ്ടിന്റെയും ഡയമെൻഷൻ സെയിം അല്ലേ. L⁻⁻1 വെലോസിറ്റിയുടെ L⁻⁻1 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ, സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും ഡയമെൻഷൻ ഈക്വൽ അല്ലെങ്കിൽ സെയിം ആണ്. അങ്ങനെ സെയിം ആയിട്ടുള്ള ഡയമെൻഷനെ നമ്മൾ പേഴ്സ് എന്ന് പറയും. PAIRS, പേഴ്സ്. പെയർ ആയിട്ടുള്ള ഡയമെൻഷൻ ഏതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. കുറെ ഡയമെൻഷൻ തന്നിട്ട് പേഴ്സ് ആയിട്ടുള്ള ഡയമെൻഷൻ ഏതൊക്കെ, ചില ക്വാണ്ടിറ്റീസ് തന്നിട്ട് കുറെ ക്വാണ്ടിറ്റീസ് തരുവാണ്. എന്നിട്ട് ഇതിനകത്ത് പെയർ ആയിട്ടുള്ള ഡയമെൻഷൻ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഡയമെൻഷൻ സെയിം ആയിട്ടുള്ളതാണ് പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുമ്പോൾ, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് വരും. ഓർത്തണം, പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡയമെൻഷൻ വരുന്നതാണ്. അടുത്ത 11 വെലോസിറ്റി കഴിഞ്ഞാൽ അടുത്ത ആളെന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു, അതായത് നമുക്ക് ഇക്വേഷൻ എല്ലാം ഓർത്തിരിക്കണം. വെലോസിറ്റി ബൈ ടി. ഓക്കെ, അന്നേരം ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു, ഒരു സൈഡ് എപ്പോഴും ക്ലിയർ ആക്കി വെക്കണം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി അറിഞ്ഞിരിക്കണം. വെലോസിറ്റിയുടെ L⁻⁻1 ബൈ ടൈമിന്റെ ടി. ഇവിടെ ശ്രദ്ധിച്ചോണേ, ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു L⁻⁻1 ഇൻറ്റു ടി എ മുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് T⁻1 അല്ലേ, മുകളിൽ കൊണ്ടുപോയി T⁻⁻1. അന്നേരം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ A⁻m × A⁻n ഈസ് ഈക്വൽ ടു A⁻m + n. നമ്മൾ എഴുതണം A⁻m × A⁻n ഈസ് ഈക്വൽ ടു A⁻m + n. മാത്സിൽ ചെറിയ ക്ലാസ്സുകൾ പഠിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ നോക്കിയേ, ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു L⁻⁻1 × T⁻⁻1 T⁻2. ആക്സലറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡയമെൻഷൻ ആണ്. ആവശ്യം വരും. 12 ഓരടിക്കുന്നുണ്ടോ, പഠിച്ചേ പറ്റൂ. 13. ഓക്കെ, ഒരു 10, 15, 16 പഠിക്കാം. 13 വളരെ ഇമ്പോർട്ടന്റ്. ഫോഴ്സ് ഇല്ലാത്ത കളിയില്ല. ഡയമെൻഷനിൽ ഫോഴ്സ് ഒരുപാട് വരുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് F = എല്ലാവർക്കും അറിയാം, F = ma. ma എന്ന് പറഞ്ഞാൽ m എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു a എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ. അന്നേരം മാസ് ഇൻറ്റു ആക്സലറേഷൻ, എന്ത് നല്ല കേസ് അല്ലേ. അന്നേരം ഫോഴ്സ് ഈസ് ഈക്വൽ, നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നല്ലോ, കുഴപ്പമില്ല. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. മാസ് ഡിനോമിനേറ്റർ m ഇൻറ്റു ആക്സലറേഷൻ ഇപ്പോഴത്തേക്ക് എന്താണ് L⁻⁻2. അന്നേരം ഓർത്തോണം, ഓരോന്നോരോന്ന് പഠിച്ചാലേ അടുത്തതിലോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ. അന്നേരം mL⁻⁻2. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫോഴ്സ് ഡബിൾ ട്രിപ്പിൾ സൈൻ ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എഴുതില്ലേ, അതുപോലെ പഠിച്ചോണം. ഫോഴ്സിന്റെ ഡയമെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. mL⁻⁻2. ഇപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. അടുത്തത് 14 വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഒരു ഇക്വേഷൻ പറഞ്ഞിരിക്കണ്ടേ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ എന്തോ, ഫോഴ്സ് ഇവിടെ വരുന്നുണ്ട് mL⁻⁻2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് L. വർക്ക് ഈസ് ഈക്വൽ ടു mL² T⁻². അതാണ് വർക്കിന്റെ. വർക്ക് ഈസ് ഈക്വൽ ടു mL² T⁻². അന്നേരം ഫോഴ്സ് അറിഞ്ഞിരുന്നാൽ മാത്രമേ വർക്ക് അറിയത്തുള്ളൂ. അടുത്തത് നമുക്ക് വളരെ ഇഷ്ടമാണ്, നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് ഞാൻ എഴുതും. നിങ്ങൾ തന്നെ പറഞ്ഞു, എനർജിയും വർക്കും സെയിം ആണോ?
ആണോ? കാരണം എനർജി ഈസ് ദി കപ്പാസിറ്റി ടു ഡു വർക്ക് എന്നാണ്. നമ്മള് ഫിസിക്സിനകത്ത് +1 തന്നെ 5ാമത്തെ ചാപ്റ്റർ വർക്ക് എനർജി പവറിനകത്ത് വർക്ക് എനർജി തിയറം പഠിക്കുന്നുണ്ട്. അതിനകത്ത് പഠിക്കുന്നത് എന്തുവാ? വർക്കും എനർജിയും സെയിം ആണ്. കാരണം എനർജി ഈസിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഡയമെൻഷൻ ഏതിന്റെ ഡയമെൻഷൻ തുല്യമാണ്? വർക്കിന്. അതായത് എനർജി ഈസിക്കൽ ടു വർക്കിന് അതേ കൊടുത്താൽ മതിയല്ലോ, ml² T⁻². ആണ് ഇവര് തമ്മിലും അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. എന്താ? രണ്ടിന്റെയും ഡയമെൻഷൻ സെയിം ആണ്. ഇതിന്റെ വർക്കിന്റെയും എനർജിയുടെ ഡയമെൻഷൻ ml² T⁻². അന്നേരം അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? പേഴ്സ് ആണ്. പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഡയമെൻഷൻ ആണ്. ഇനി 1-2 എന്ന് പറയാം. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇക്വേഷൻ കാരണം അത് കാണാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഞാൻ എടുത്തിട്ടത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഓർമ്മശക്തിയൊക്കെ ഉണ്ടോ? റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് എവിടെന്നറിയോ? 6ാമത്തെ ചാപ്റ്റർ. ഒരുപാട് പേര് സാറേ 6ാമത്തെ ചാപ്റ്റർ ഭയങ്കര പാടാണ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. നമ്മൾ പഠിച്ചതിന്റെ രീതി കൊണ്ടാണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന് തുല്യമാണ്. കാരണം റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. കാരണം റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈക്വൽ L. കാരണം ഡിസ്റ്റൻസ് ആകുമ്പോൾ അതിന്റെ ഡയമെൻഷൻ. അതെല്ലാം അങ്ങനെയാണെങ്കിൽ ഒരെണ്ണോടെന്ന് പറയാം. പൊതുകൊണ്ടല്ല, ഇത് ഓർത്തിരിക്കണം. വേവ് ലെങ്ത് ചെറിയ ക്ലാസ് പഠിക്കുന്നില്ലേ? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നില്ലയോ? ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ട്രഫ്. 2 ക്രസ്റ്റുകൾക്കും 2 ട്രഫുകൾക്കും ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാലും ഡിസ്റ്റൻസ്, ദൂരത്തെ പറയുന്ന പേരാണ് വേവ് ലെങ്ത്. എന്നിട്ട് അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു L. അന്നേരം വേവ് ലെങ്തും റേഡിയസ് ഓഫ് ഗൈറേഷനും ലെങ്തും എല്ലാം പേഴ്സ് ആണ്. കാരണം ഈക്വൽ ആയിട്ട് വരുന്ന ഡയമെൻഷൻ എല്ലാം പേഴ്സ് ആണ്. കാരണം ഇത്രയൊക്കെ ഡയമെൻഷൻ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. ഡയമെൻഷൻ ഓക്കെ വാ, എല്ലാം അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട് ഡയമെൻഷൻ. ഇനി നിങ്ങൾക്ക് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഡയമെൻഷൻ അത്യാവശ്യം ഇത്രയെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇമ്പൾസ് ഉണ്ട്, പ്രഷർ ഉണ്ട്, കുറെ ഉണ്ട്, ഇഷ്ടം പോലെ. നമുക്ക് പറയുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഉണ്ട്, ഇഷ്ടം പോലെ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഉണ്ട്. അതൊക്കെ എന്റെ നോട്ടിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്നേരം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അന്നേരം ഡയമെൻഷൻസ് എന്താണ്, ഡയമെൻഷൻസിന്റെ എങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ പഠിപ്പിച്ചു. ഇനി നമുക്ക് ഡയമെൻഷന്റെ യൂസ് ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻ ഉണ്ട്. പഠിക്കണം. ഓക്കെ, കാരണം നമ്മള് ഡയമെൻഷൻസ് പഠിച്ചു. ഡയമെൻഷൻസ് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ കാർഡ് ഉണ്ട്. അതാണ്ട് നിങ്ങൾക്ക് കാണാം, വളരെ അടുത്ത് കാണാം, ഉണ്ടോ? ഇതിനകത്തൊരു 40 ഡയമെൻഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ നോട്ട്സിന്റെ കൂട്ടത്തിൽ അവൈലബിലിറ്റി ആക്കി തരാം. ഇതിനകത്ത് 2ാമത്തെ ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ഇങ്ങനെ ഒരു 4 കാർഡുകൾ തന്നെ ഉണ്ട് ഇക്വേഷന്റെ. നമ്മൾ അതുകൂടെ ഒക്കെ നോക്കുക, നമുക്ക് സഹായിക്കും. ഈ പഠിക്കുന്നതിനോടൊപ്പം ഫിസിക്സിനോടൊപ്പം ഇങ്ങനെ ആരും ചെയ്യാറില്ല. നമുക്ക് ഒരു ബുക്ക് സ്റ്റാളിൽ നിന്ന് കിട്ടത്തില്ല ഉറപ്പായിട്ടും. ഇത് നിങ്ങൾ ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അന്നേരം അടുത്തതിലോട്ട് പോകാം. അന്നേരം അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഡയമെൻഷനും ഓസിലേഷനകത്തെയും വേവ്സിനകത്തെയും ഫ്ലൂയിഡ്സിനകത്തെയും ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിനകത്തെയും ഒക്കെ ഡെറിവേഷൻസ് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പഠിക്കുന്നു, പക്ഷെ എല്ലാം മറന്നു പോകും പരീക്ഷയുടെ സമയത്ത്. ഒറ്റ മാർഗ്ഗം നിങ്ങൾ ഒരു ടിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ പിന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കും മറന്നു പോകത്തില്ല. ആ ടിപ്പ് ഇതാണ്: ഒരു കാര്യം പഠിച്ചതിന് ശേഷം വായിച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നവരെ എഴുതി പഠിച്ചിരിക്കണം. അത് എന്റെ വീട്ടിലൊക്കെ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛനാണ് ഈ കച്ചി പേപ്പറിന്റെ ബുക്കുണ്ട്. ആ കച്ചി പേപ്പറിന്റെ ബുക്ക് ഇങ്ങോട്ട് തന്നിട്ട് എഴുതി പഠിക്കും. ഒരു പെൻസിൽ തരത്തെ, പേന തരത്തില്ല, പെൻസിൽ തരും. ആദ്യം ഭയങ്കര ദേഷ്യമുണ്ട്, പിന്നെ അതങ്ങ് ശീലമായി. അതുകൊണ്ടുള്ള ഗുണം അറിയും. ബെർണോളിസ് തിയറം അല്ലെങ്കിൽ ക്യാപിലാറ്റി അല്ലെങ്കിൽ ടെർമിനൽ വെലോസിറ്റി ഒക്കെ ഡെറിവേഷൻ എഴുതുമ്പോൾ നമുക്ക് അരമണിക്കൂറുള്ള സാധനം നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് നല്ല വൃത്തിയായിട്ട് നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ വരും. നല്ല പേനയുടെ തുമ്പത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. നല്ല സ്പീഡ് നമുക്ക് എഴുതി പോകാം, മറക്കത്തില്ല. ഉറപ്പുള്ള ടിപ്പ്. നന്നായിട്ട് എഴുതി പഠിക്കാൻ കഷ്ടപ്പെടാൻ സമയമുണ്ട്. നന്നായിട്ട് എഴുതി പഠിക്കാൻ മറക്കത്തില്ല. ഇത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എല്ലാത്തിലും ഇത് തന്നെ ഫോളോ ചെയ്യുക. നേരത്തെ ഫോളോ ചെയ്തിട്ടുള്ളവർ അതേപോലെ ഫോളോ ചെയ്യാത്ത ഒരുപാട് പേര് കാണും, 90% പേര് കാണും. നന്നായിട്ട് എഴുതി പഠിക്കുക. എല്ലാ ടോപ്പിക്കും ഫിഗറൊക്കെ നല്ല വൃത്തിയായിട്ട് പാഠം പരസ്യം നല്ല വൃത്തിയായിട്ട് എല്ലാം പഠിക്കുക. എഴുതി പഠിക്കണം. ഇതാണ് മെമ്മറി നിലനിർത്താൻ. ജ്യോതിഷമിയോ വേറെ ഗുളികയോ ആയുർവേദ ഗുളികയോ വേറെ ഏതായിക്കോട്ടെ ഒന്നും കഴിക്കാതിരിക്കുക. നമ്മുടെ മെമ്മറി നമ്മളാണ് ഈ ലെവൽ കൂട്ടേണ്ടത്. എഴുതി പഠിച്ചു കൂട്ടുക കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ്.
നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 2 മാർക്ക് ഓർ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആകെ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നതിനുള്ള ഒരേ ഒരു ലോ അല്ലെങ്കിൽ ഒരേ ഒരു പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് ആണ്. അല്ലെ, ഈ പ്രിൻസിപ്പിൾ എന്തായാലും ഒരു മിക്കവാറുള്ള പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ എഴുതാൻ അറിഞ്ഞിരിക്കണം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ദി ഡയമെൻഷൻസ് ഓഫ് ഓൾ ദി ടേംസ് on the two sides of the equation are same. The dimensions of all the terms on the two sides of an equation are same. ഒരു ജനറൽ ഇക്വേഷൻ ഞാൻ പറയാം. A is equal to, അങ്ങനെ നിങ്ങൾ ആ വൃത്തിയായിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതണം, പ്രിൻസിപ്പിൾ അല്ലേ. A is equal to ജനറൽ ഇക്വേഷൻ ആണ്. A is equal to B plus C. ഒരു ജനറൽ കൺസിഡർ ദി ജനറൽ ഇക്വേഷൻ A is equal to B plus C. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണെങ്കിൽ എയും ബിയും സിയും 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. എയും ബിയും സിയും 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫോഴ്സോ ഏരിയ എന്തെങ്കിലും ആയിക്കോട്ടെ, 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് എയും ബിയും സിയും. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ അനുസരിച്ചാണെങ്കിൽ ഇത് ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ഡയമെൻഷൻ ഓഫ് സി. അതായത് മൂന്നെണ്ണത്തിന്റെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി. ഇത് മൂന്നെണ്ണത്തിന്റെ ഡയമെൻഷൻ സെയിം ആണെങ്കിൽ എന്ത് ഉപയോഗിക്കും? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ദി ഡയമെൻഷൻസ് ഓഫ് ദി ടേംസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻസ് ആർ സെയിം. എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി. If dimension of A, A dimension തന്നെ ആയിരിക്കണം B dimension തന്നെ ആയിരിക്കണം C. വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ നമുക്ക് എടുക്കാം. V is equal to U plus AT. അറിയാമല്ലോ, ന്യൂട്ടൺ ഇക്വേഷൻ ആണ്. ഞാൻ ഒന്ന് ചെയ്യിച്ച് കാണിക്കാം. V യുടെ ഡയമെൻഷൻ എന്താണ്? 3 ടേം ആയിട്ട് എടുക്കണം. B ഒരു ടേം, U ഒരു ടേം, AT ഒരു ടേം. അന്നേരം V യുടെ ഡയമെൻഷൻ എന്താണ്? വെലോസിറ്റി LT raised to -1. അന്നേരം U വെലോസിറ്റി അല്ലേ? അന്നേരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, U ഇനീഷ്യൽ വെലോസിറ്റിയും B ഫൈനൽ വെലോസിറ്റിയാണ്. U ന്റെ എന്ത് തന്നെയാണ്? LT raised to -1. ഓക്കെ, അന്നേരം ബിയുടെ ആയി യുവിന്റെ ആയി. AT ഒരുമിച്ചെടുക്കണം. എ എന്ന് പറയുന്ന ആക്സിലറേഷൻ, അന്നേരം ഓർത്തോണം ഡയമെൻഷൻ അതിൽ ഒന്നും എഴുതാൻ പറ്റത്തില്ല. LT raised to -2 ആക്സിലറേഷൻ ഇൻറ്റു T എന്ന് പറഞ്ഞാൽ T raised to 1. അന്നേരം എന്തൊരു ATയുടെ LT raised to -1. നിങ്ങൾ നോക്കിയേ, LT raised to -1, LT raised to -1, LT raised to -1. മൂന്നെണ്ണത്തിന്റെ ഡയമെൻഷൻ, അതായത് ഡയമെൻഷൻ ഓഫ് A is equal to dimension of B is equal to dimension of C. Therefore it obeys principle of homogeneity of dimensions. ഏത് ന്യൂട്ടന്റെ 3 ഇക്വേഷനും അത് ഒബേ ചെയ്യുന്നതാണ്. V is equal to U plus AT, S is equal to UT plus half AT square, B square is equal to U square plus 2S. എല്ലാം ന്യൂട്ടനകത്തുണ്ട്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് ക്ലിയർ ആയല്ലോ. അതിന്റെ എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ എഴുതണം. എന്നിട്ട് ഒരു കൺസിഡർ ജനറൽ ഇക്വേഷൻ കൊടുക്കുക. എന്നിട്ട് ഇക്വേഷൻ എഴുതുക. ഇഫ് ദി ഡയമെൻഷൻ ഓഫ് A is equal to dimension of B is equal to dimension of C. 3 മാർക്കിനാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ വെച്ച് അങ്ങ് പ്രൂവ് ചെയ്യുക. ക്ലിയർ ആയി? ഓക്കെ വാ, അടുത്തതിലോട്ട് പോവാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ വാ, ചുമ്മാ പറയുന്നത് കേട്ടോ. ഓക്കെ ആയോ? ഓക്കെ ആയല്ലോ, അടുത്തതിലോട്ട് പോവാം. അതായത് നമ്മള് പ്രിൻസിപ്പിൾ പഠിച്ചു. ഓർത്തോണം, ഏക പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുന്ന ഒരേ ഒരു പ്രിൻസിപ്പിൾ ഡയമെൻഷൻ അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഇനി നമ്മൾ ഈ ആലോചിക്കുന്നില്ലയോ, ഇത് എന്തിനാ ഈ ഫിസിക്സ് ഒക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഈ ഡയമെൻഷൻ ഒക്കെ പഠിക്കുന്നത്? ഇതൊക്കെ പഠിച്ചിട്ട് എന്തോ കാര്യം അല്ലേ? ഒരു യൂസ് ആണ് ഇതിനെല്ലാം. ഡയമെൻഷന് 3 യൂസസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എത്ര യൂസ് ഉണ്ട്? 3 യൂസ് ഉണ്ട്. ഇവിടെ കുപ്പി ഡയമെൻഷൻ ഉണ്ട് കേട്ടോ. 3 യൂസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 യൂസ്. അത് ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. 2, to derive the correct relationship between physical quantities. To derive the correct relationship between physical quantities. And the third one, to convert a unit from one system into another. ഈ 3 യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് എക്സാമ്പിൾസ് ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം, അതും അതിന്റെ ലിമിറ്റേഷൻ കഴിയുമ്പോൾ ഡയമെൻഷൻ തീർന്നു. പിന്നെ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, എറേഴ്സ്, അത് നമുക്ക് ഒരു ക്ലാസ് മതി, ഒറ്റ ക്ലാസ് കൊണ്ട് തീരും. മനസ്സിലായോ? അന്നേരം അടുത്ത എല്ലാവരും ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഡയമെൻഷൻ ഫുള്ള് തീർക്കാം. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് യൂസ് നമ്പർ 1 ഏതാണ്? ആദ്യത്തെ യൂസ്, യൂസസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്.
അതിന്റെ ആദ്യത്തെ യൂസ് പഠിക്കാം. ടു കൺവേർട്ട് വളരെ ഇമ്പോർട്ടന്റ് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന രീതിയെ പറയുന്നതാണ് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഇത് യൂസസിൽ ഏറ്റവും മെയിൻ യൂസ് ആണ്. നമ്പർ 1 ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. നമുക്ക് നോക്കാം. v = u + at തന്നെ എടുത്തൊന്ന് നോക്കാം. ആദ്യം നമ്പർ 1 എളുപ്പമുള്ളതാണ്. v = u + at. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ തലത്തോലത്തായിട്ട് എഴുതരുത്, വൃത്തിയായിട്ട് എഴുതണം. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. LHS എന്ന് പറയുന്നത് v ആ. ഇങ്ങനെ തന്നെ എഴുതണം. v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, വെലോസിറ്റി ഡയമെൻഷൻ LT⁻⁻1. ഓക്കെ. RHS രണ്ട് ടേം ഉണ്ട്. ആദ്യത്തെ എടുക്കുന്നു u എന്ന് പറഞ്ഞാൽ വെലോസിറ്റി LT⁻⁻1. ഓക്കെ. RHS തന്നെ വരുന്നതാണ് AT അല്ലേ? അന്നേരം AT എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ മുമ്പ് പറഞ്ഞതിന്റെ എളുപ്പമാണ്. LT⁻2 × t യുടെ t⁻1. അതെന്ത് വരും? AT = LT⁻⁻1. നിങ്ങൾ നോക്കിയേ, എല്ലാം വിയുടെയും യുടെയും AT-യുടെയും എല്ലാം ഡയമെൻഷൻ സെയിം ആയില്ലയോ? അന്നേരം ഇത് എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഡയമെൻഷൻ ഉണ്ട്. ഇത് LHS-ഉം RHS-ഉം എന്താണ്? സെയിം ആണ്. അന്നേരം നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. LHS = ഇങ്ങനെ എഴുതണം സ്റ്റെപ്പായിട്ട്. RHS എല്ലാത്തിന്റെ LHS RHS സെയിം ആയിരിക്കണമെന്നില്ല. LHS = RHS. എന്നിട്ട് താഴോട്ട് ഇങ്ങനെ എഴുതാനുള്ള വൃത്തിയായിട്ട്. അധികം ഒരു മാർക്ക് പോലും അരമാർക്ക് പോലും കുറയ്ക്കരുത്. സോ ദി ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഈ അധ്യാപകർ ഇങ്ങനെ മാർക്ക് കുറയ്ക്കാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും ഫിസിക്സിൽ. എവിടെങ്കിലും കൂട്ടണമെന്നല്ല, കുറയ്ക്കാൻ. അത് നമ്മൾ ഒരു ഇതും കൊടുക്കുക. സോ ദി ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഇങ്ങനെ ചെയ്യാം. അന്നേരം രണ്ടാമത്തെ ന്യൂട്ടൺ ഇക്വേഷൻ തന്നെ എടുക്കാം. ഇതൊക്കെ ഒരുപാട് ഇല്ല, ഞാൻ വേറെ എക്സാമ്പിൾ ഒക്കെ തരാം. S = ut + ½ at². S = ut + ½ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്? LHS. S എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. ഓർത്തോണം, ഡയമെൻഷൻ അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. L ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിന്റെ എന്താണ്? L ആണ്. RHS വരുന്ന രണ്ട് ടേമുകൾ ഏതൊക്കെയാണ്? ഇതൊരു ടേമാണ് ut. u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ആണ്. LT⁻⁻1 × t യുടെ t എന്ന് പറഞ്ഞാൽ t⁻1 എന്ന് പറഞ്ഞാൽ ut = t⁻⁻1 × t⁻1 a⁻m × a⁻1. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. L തന്നെ കിട്ടി. ഇനി ½ at². എല്ലാം ചെയ്തു വെക്കണം കേട്ടോ, എന്നിട്ട് ശരിയാണോ ഇല്ലയോ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ½ at². ഹാഫിന് ഒരിക്കലും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അങ്ങനെ ഡയമെൻഷൻ ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ലിമിറ്റേഷൻ നമ്മൾ പറയാനിരിക്കും. ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. സ്ട്രെയിൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല. ആംഗിളിന് ഇല്ല, സ്ട്രെയിൻ ഇല്ല. അതും പേഴ്സാ. എന്നറിയോ? ഡയമെൻഷൻ ഇല്ലെങ്കിൽ അതും ഒരുപോലെ നിൽക്കില്ല, സെയിം പിച്ച. അന്നേരം പേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആംഗിള്, സ്ട്രെയിന്, ഇതിനൊന്നും എന്തില്ല? ഡയമെൻഷൻ. ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയും പേഴ്സ് ആയിട്ട് പറയാം. ഈക്വൽ ആയിട്ടുള്ള ഡയമെൻഷൻ വരുന്നതും പേഴ്സ് ആണ്. ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഒരുമിച്ച് വരുവാണെങ്കിൽ അതും പേഴ്സ് ആണ്. അതിനകത്ത് വരുന്നതാണ് ആംഗിള്, സ്ട്രെയിന്, ഈ പറയുന്ന നമ്പേഴ്സ്, ട്രിഗണോമെട്രിക് റേഷ്യോ, സൈൻ തീറ്റ, കോസ് തീറ്റ, ഇങ്ങനെയുള്ളതിനൊന്നും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അന്നേരം ഹാഫിന് ഡയമെൻഷൻ ഇല്ല. ബാക്കി എന്തൊക്കെ വരുന്നുണ്ട്? at². a ഡയമെൻഷൻ എന്താണ്? LT⁻⁻2 × t²ന്റെ ക്യാപിറ്റൽ T². എന്ന് പറഞ്ഞ ആക്സലറേഷൻ LT⁻⁻2 × t². t⁻⁻2 t² ഒന്ന് ക്യാൻസൽ ആയി പോവല്ലോ. ബാക്കി എന്തോ വന്നു? L. കറക്റ്റ് ആയില്ലേ? L അല്ലേ? അന്നേരം LHS = എങ്ങനെ എഴുതണം? ഇനി മുതൽ RHS. സോ ദി ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഡയമെൻഷനലി നിങ്ങളിങ്ങനെ കൂട്ടക്ഷരം എഴുതി പോരുത് കേട്ടോ, ചുമ്മാ എഴുതി പോരുത്. നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി പോണേ. ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ. അന്നേരം ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഞാനൊരു എക്സാമ്പിൾ തരുന്നത് ഒരുപാട് വട്ടം ചോദിച്ചതായിരുന്നു. നമ്മൾ ഈ സിമ്പിൾ പിന്നത്തിന്റെയൊക്കെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇല്ലയോ? T = ഇതൊക്കെ എളുപ്പമാണ്. ഇത് ഈ ഇക്വേഷനെ ഗുണം പറയും. ന്യൂട്ടന്റെ ഇക്വേഷൻ, ന്യൂട്ടനൊക്കെ അസാധാരണ തരമുള്ള മനുഷ്യനാണ്. കാരണം ഈ ന്യൂട്ടന്റെ v = u + at യും S = ut + ½ at²ഉം v² = u² + 2as അതെല്ലാം എന്റെ നോട്ടിനകത്തുണ്ട്. ഇതെല്ലാം ഡയമെൻഷനലി കറക്റ്റാ. അസാധാരണമായിട്ട് എല്ലാം കറക്റ്റ് ആക്കിയാണ് പുള്ളി മുന്നോട്ട് പോയേക്കുന്നത് എല്ലാം കേട്ടോ. അന്നേരം മൂന്നാമത്തെ TC. ഇത് ഒരുപാട് വട്ടം പരീക്ഷ ചോദിച്ചാണ്. TC √,
TCL 2π into root of L by G. 2π into root of L by G. ഇത് LHS to check the correctness of an equation. അത് ഒരുപാടുണ്ട് ചോദിച്ചാൽ ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റും ഉണ്ട് പറഞ്ഞുതരാം. എന്നാലും നമുക്ക് LHS എഴുതി പോകണം. സ്മോൾ ടിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി. LHS കഴിഞ്ഞു. RHS രണ്ടുപേരും ഇവിടെ കിട്ട പോകണം. RHS എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന നമ്പർ അതിനില്ല. പൈ ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റുകൾക്ക് ഡയമെൻഷൻ ഇല്ല. അന്നേരം 2നും ഇല്ല, പൈക്കും ഇല്ല. ബാക്കി എന്തുകൊണ്ട് RHS വരുന്നത് റൂട്ട് ഓഫ് L by G മാത്രമേ ഉള്ളൂ അല്ലേ? എന്നിട്ട് ശ്രദ്ധിച്ചോണേ, റൂട്ട് ഓഫ് എല്ലിന്റെ ഡയമെൻഷൻ റൂട്ട് എന്നൊക്കെ കാണുമ്പോൾ ചിലരങ്ങ് നിർത്തുള്ളൂ ചെയ്യണം. റൂട്ട് എല്ലിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ബൈ G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ തുല്യമാണ്. എന്നാൽ നമുക്ക് ആക്സിലറേഷൻ അതേ ഡയമെൻഷൻ എഴുതിയാൽ മതി L(t⁻²). ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണേ, ചിലർക്കൊക്കെ മാത്സ് വരും. ഈ എല്ലും ഞാൻ ക്യാൻസൽ ആയി. ഈ T⁻² മുകളിൽ പോയി കഴിഞ്ഞാൽ എന്ത് വരും നോക്കിയേ. T⁻² മുകളിൽ പോയി കഴിഞ്ഞാൽ T² ആവും. 1/a⁻² മുകളിൽ പോയി കഴിഞ്ഞാൽ a² ആവും എന്ന് പറയുന്ന പോലെ 1/, നല്ല ഇത് കിടക്കുന്നത് 1/T⁻² മുകളിൽ പോയി കഴിഞ്ഞാൽ T². റൂട്ട് ഓഫ് a² എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞു പിടിപ്പിക്കുക. റൂട്ട് ഓഫ് a² എന്ന് പറഞ്ഞാൽ a ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് T² എന്ന് പറഞ്ഞാൽ എന്താണ്? T ആണ്. നിങ്ങൾ നോക്കിയേ, ഉത്തരം കിട്ടി. LHS T, RHS T. Therefore LHS is equal to RHS. എന്റെ കൂട്ടത്തിൽ നിങ്ങൾ തന്നെ എഴുതി പറയണം. So the equation is dimensionally correct. ഇതെല്ലാം കറക്റ്റ് ആണ്. ഒരു വട്ടം ഒരു ടീച്ചർ ചോദിച്ച ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എനിക്കൊന്ന് 2-3 വട്ടം റിപ്പീറ്റ് ചെയ്തു. 4ാമത്തെ ഒരെണ്ണം നമുക്ക് പഠിക്കാം. T is equal to എല്ലാരും പഠിച്ചിരിക്കുന്നത് എന്താ? T is root of L by G ഇല്ലേ? root of G by L എന്ന് ചോദിച്ചു. എന്നിട്ട് to check the correctness of an equation. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അന്നേരം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അന്നേരം നിങ്ങൾ ചെയ്ത് നോക്കണം കൃത്യമായിട്ട് എല്ലാം എഴുതാം. അല്ലെ ചുമ്മാ ഒരു ഉത്തരം എഴുതുക. LHS ആണെങ്കിൽ ഇങ്ങനെ രസമായിട്ട് എഴുതണം. LHS സ്മോൾ t is equal to ക്യാപിറ്റൽ T. ഓക്കെ, അടുത്ത RHS 2 ഡയമെൻഷൻ ഇല്ല, പൈക്ക് ഇല്ല. ബാക്കി എന്താണ്? റൂട്ട് ഓഫ് L by G. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. റൂട്ട് ഓഫ് G by L ആണ്. G by L എന്ന് തന്നെ എഴുതണം, അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻ തിരുത്താൻ പോകരുത് കേട്ടോ. ഈക്വൽ റൂട്ട് ഓഫ് G എന്ന് പറയുന്നത് L(t⁻²) ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ തുല്യമാണ്. L(t⁻²) ബൈ സ്പീഡ് കൂടുന്നില്ലല്ലോ, ബൈ സ്മോൾ എല്ലിന്റെ ക്യാപിറ്റൽ എൽ. എല്ലും ക്യാൻസൽ ആയി പോയി. ബാക്കി റൂട്ട് ഓഫ് T⁻². റൂട്ട് ഓഫ് T⁻² നമുക്ക് T എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അന്നേരം LHS T ആണ്, മറ്റേത് റൂട്ട് ഓഫ് T⁻². അന്നേരം LHS നോട്ട് ഈക്വൽ ടു, എല്ലാം പറ്റില്ല, എല്ലാം ഈക്വൽ ആവണമെന്നില്ല. LHS ചെയ്ത് നോക്കണം. LHS is not equal to RHS. എന്നിട്ട് നമ്മൾ എഴുതണം. സോ ദി ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി, മറ്റേതെല്ലാം നമ്മൾ എഴുതി കറക്റ്റ് എന്നാണ്. കറക്റ്റ് ആണോ? അല്ല, അന്നേരം ഇൻകറക്റ്റ്. ഡയമെൻഷനലി ഇത്രയും പഠിച്ചിട്ട് ബാക്കി നിങ്ങൾ നോട്ടോട് നോക്കിയാൽ ഞാൻ 10 ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കിയാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഏത് മനസ്സിലായി? യൂസ് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. 10 ഇത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ എടുത്തൊന്ന് പറയുന്നതാണ്. TCL 2π root of L by G, TCL root of 2π root of G by L. അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിപ്പോയത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം കേട്ടോ. വായിച്ചിട്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. അന്നേരം ആദ്യത്തെ യൂസ് കഴിഞ്ഞു, അടുത്ത രണ്ടാമത്തെ യൂസ് വിട്ടു പോവാം. ഓക്കെ, അന്നേരം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഡയമെൻഷൻ നമ്മൾ തീരാറാകുന്നു. എളുപ്പമല്ല, ഒരു വലിയ ചാപ്റ്റർ ഇല്ലേ, ഇത്രയും പെട്ടെന്ന് നമുക്ക് കേൾക്കാം. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡ് കൂടിയെന്ന് തന്നെ കമന്റ് ബോക്സിൽ കൊടുക്കുക. സ്പീഡ് കുഴപ്പമില്ല, നല്ല രീതിയിലാണ് നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നെങ്കിൽ അത് തന്നെ കമന്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനനുസരിച്ച് നമുക്ക് വളരെ സ്പീഡ് ഒരുപാട് കുറയ്ക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ. നമുക്ക് രണ്ടാമത്തെ യൂസിലേക്ക് പോകാം. ഡയമെൻഷൻ ആദ്യത്തത് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. 2 ടു ഡിറൈവ് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇത് ഡിറൈവ് ചെയ്ത് നമുക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം ഡയമെൻഷൻ ആയിട്ട്. ഇത് 3 മാർക്കിനെ 4 മാർക്കിനെ 5 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. 5 മാർക്ക് വരെ ചോദിക്കാം.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഡയമെൻഷൻ ഒരു സെക്ഷനാണ് ഈ രണ്ടാമത്തെ യൂസ്. അതിനകത്ത് NCERT-ക്കകത്ത് കിടക്കുന്ന ഒരു പ്രോബ്ലം തന്നെ നമുക്ക് ചെയ്യാം. ഇത് ചെയ്ത് പഠിച്ചാൽ ബാക്കിയുള്ള ഏത് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടായിരിക്കാം, ഡിറൈവ് ദി ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മൾ മുമ്പേ എഴുതിയപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, T = 2π × √L/g. ഇതാണ് ടൈം പീരീഡ്. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിനുള്ള ഇക്വേഷൻ ആണ് T = 2π × √L/g. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം ഡയമെൻഷൻ മൂലം. ഓസിലേഷനകത്ത് ഇതുപോലെ വേറെ ടോപ്പിക് ഉണ്ട്. പക്ഷെ ഡയമെൻഷനലി ഡിറൈവ് ദി ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. അങ്ങനെ കുറെ സ്റ്റെപ്പുകൾ കാണും, പക്ഷെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് ആയിരിക്കും. അന്നേരം നമുക്കൊന്ന് തുടങ്ങാം. ഈ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിന്റെ സിമ്പിൾ പെൻഡുലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സിമ്പിൾ പെൻഡുലം കണ്ടിട്ടുണ്ട്. അതിനൊരു സ്ട്രിങ് ഉണ്ട്, അതിനകത്തൊരു ബോബ് ഉണ്ട് അല്ലെ. അന്നേരം ആ ബോബിനൊരു മാസ് ഉണ്ട് അല്ലെ. അന്നേരം സിമ്പിൾ പെൻഡുലം നമ്മളിങ്ങനെ ഒരു വട്ടം അങ്ങോട്ട് ഇട്ടു തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലെ. അന്നേരം ഞാൻ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ എഴുതാൻ പോവാണ്. ഇങ്ങോട്ട് തന്നെ ഇവിടുന്ന് ഞാൻ എഴുതി തുടങ്ങുവാണേ. T is proportional to, ഒന്ന് ഞാൻ എടുക്കുന്നത് മാസ് ഓഫ് ദി ബോബ്. ആ ബോബിന്റെ മാസ് എടുക്കുക, സിമ്പിൾ ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. T is proportional to M. രണ്ട്, ആ സ്ട്രിങ്ങിന്റെ ലെങ്ത്, അന്നേരം L. അന്നേരം സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ മാസ് ഓഫ് ദി ബോബ്, ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. മൂന്ന്, നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലൊക്കെ സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് G. വേറെ ഒന്നുകൂടെ ആംഗ്ലോസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്നെണ്ണം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അന്നേരം ടൈം ഈസ് പ്രൊപ്പോർഷൻ, ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ദി ബോബ്, ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി സ്ട്രിങ്, ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് കൂടുതൽ എഴുതാത്തത് കാരണം നോട്ടിനകത്തെല്ലാം ഉണ്ട്. ഇനി എല്ലാം ഒരു സൈഡിൽ T അല്ലേ, അത് നമുക്ക് ഒരുമിച്ച് പ്രൊപ്പോർഷൻ ആയിട്ട് എടുക്കാം. അതിനു മുമ്പേ ഇതിനെല്ലാം നമുക്ക് പവേഴ്സ് കൊടുത്തു പോകാം. എമ്മിന് ഒരു പവർ കൊടുക്കുക, എല്ലിന് പവർ കൊടുക്കാം, ജിക്ക് കൊടുക്കാം, വേണമെങ്കിൽ XY Z എന്ന് കൊടുക്കാം. ഞാൻ നാട്ടിങ്ങനെ കൊടുക്കുകയാണ് A B C. ആദ്യം ഇതിനെല്ലാം പ്രൊപ്പോർഷൻ ആയിട്ട് എഴുതി, എന്നിട്ട് ഇതിനെല്ലാം ഞാൻ പവർ കൊടുത്തു. ആദ്യത്തെ A ആണെങ്കിൽ രണ്ടാമത്തെ B, മൂന്നാമത്തെ C, നാലാമത്തെ നമുക്ക് D എന്ന് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതാൻ പോവാണ്. എല്ലായിടത്തും ഒരു സൈഡ് T ആണോ. T is proportional to, എങ്ങനെ എഴുതാം, M⁻A, L⁻B, G⁻C. വളരെ സിമ്പിൾ ആയിട്ട് എഴുതി പോകണം. ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നരുത്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. T = K × M⁻A, L⁻B, G⁻C. കണ്ടോ? ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതും. എല്ലാ ഇക്വേഷൻ ഇങ്ങനെ എഴുതി പഠിച്ചാൽ വളരെ ഏത് ഡെറിവേഷൻ വന്നാലും ചെയ്യാൻ പറ്റും. ഏത് ഡെറിവേഷൻ. കഴിഞ്ഞ ഇതുപോലെ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അന്നേരം ഇത്രയും സ്റ്റെപ്പ് ഇക്വേഷൻ നമ്പർ 1 വരെ നിങ്ങൾക്ക് ക്ലിയർ ആയേ. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എല്ലാം എഴുതി, പവേഴ്സ് എല്ലാം കൊടുത്തു, എന്നിട്ട് ഇത് ഒരുമിച്ച് എഴുതി. എല്ലാം കാരണം ഒരു സൈഡ് എല്ലാം T ആയതുകൊണ്ട് ഒരുമിച്ച് അങ്ങ് എഴുതി. എന്നിട്ട് കോൺസ്റ്റന്റ് K കൊണ്ട് ഗുണിച്ചു. M⁻A, L⁻B, G⁻C ഇക്വേഷൻ നമ്പർ 1. അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ എഴുതണം. Taking dimensions on both sides. Dimensions on both sides. രണ്ട് സൈഡിലും എന്തെടുക്കണം, ഡയമെൻഷൻസ് എടുക്കണം. സ്മോൾ T എന്ന് പറഞ്ഞ ടൈം, അതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ T = K. ഞാൻ അതുപോലെ ഇടുകയാണ്, കാരണം K നമുക്ക് ആവശ്യം വരും. K. സ്മോൾ M, M എന്ന് പറഞ്ഞാൽ മാസ്, മാസിന്റെ ഡയമെൻഷൻ പറഞ്ഞാൽ ക്യാപിറ്റൽ M⁻A. L എന്ന് പറഞ്ഞാൽ ലെങ്ത്, ലെങ്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L⁻B. G എന്ന് പറഞ്ഞാൽ എന്തുവാ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഏതിന്റെ ഡയമെൻഷൻ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, ആക്സിലറേഷൻ. അതായത് നിങ്ങൾ ഈ ഡയമെൻഷൻ എല്ലാം പഠിച്ചിട്ടേ ഇതിലോട്ട് വരാവുള്ളൂ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് L⁻². ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ആക്സിലറേഷൻ എന്ന ഡയമെൻഷൻ ⁻C. ഈ സ്റ്റെപ്പ് ക്ലിയർ ആണോ നോക്കി. സ്മോൾ ടിയുടെ ക്യാപിറ്റൽ T = K × സ്മോൾ M ന്റെ ക്യാപിറ്റൽ M, അതിന്റെ ഡയമെൻഷൻ ⁻A, സ്മോൾ L ന്റെ ക്യാപിറ്റൽ L⁻B. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ തുല്യമാണ്, L⁻²C. ഇനി ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ T = K × M⁻A,
എൽ റേസ് ടു ബി. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട് ഇങ്ങനെയല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എൽ റേസ് ടു സി ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടി റേസ് ടു മൈനസ് 2c. ഇത്രയും ക്ലിയർ ആയോ? ടി സിക്കൽ കെ ഇൻറ്റു എം റേസ് ടു എ എൽ റേസ് ടു ബി, ഇത് എൽ റേസ് ടു സി ടി റേസ് ടു മൈനസ് 2c. ഇനി ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്യാണ്. ടി സിക്കൽ കെ ഇൻറ്റു എമ്മിന്റെ വേറെ ഒന്നുമില്ല, അന്നേരം എം റേസ് ടു എ എന്ന് തന്നെ എഴുതാം. എൽ റേസ് ടു ബി ഉണ്ട്, എൽ റേസ് ടു സി ഉണ്ട്. അത് നമുക്ക് കണ്ട് ഇത് എടുക്കാമല്ലോ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ. അങ്ങനെയാണെങ്കിൽ എൽ റേസ് ടു ബി ഇൻറ്റു എൽ റേസ് ടു സി എന്ത് വരും? എൽ റേസ് ടു ബി പ്ലസ് സി ടി റേസ് ടു മൈനസ് 2c. കാരണം ടിക്ക് വേറെ ഒന്നുമില്ല, അതായത് വേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ നമ്പർ 2. ഇങ്ങനെ ഒരു സ്റ്റെപ്പുകൾ എഴുതി പോകുന്നതിനാണ് ഹയർ സെക്കൻഡറി എപ്പോഴും മാർക്ക് കിട്ടും. നല്ല വൃത്തിയായിട്ട് എഴുതി പോകണം. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ ചിലപ്പോൾ 2 മാർക്ക് 2, 3, 4, 5 സ്റ്റെപ്പിലൊക്കെ തീർന്നിരിക്കാം. പക്ഷെ 5 മാർക്കിന് 4 വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്പെല്ലാം കൃത്യമായിട്ട് എഴുതണം. അന്നേരം ടി ഇസിക്കൽ കെ ഇൻറ്റു എം റേസ് ടു എ എൽ റേസ് ടു ബി പ്ലസ് സി ടി റേസ് ടു മൈനസ് 2c. അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇക്വേറ്റിംഗ് ദി, ഇതൊരു രസമായിട്ട് അങ്ങ് പഠിക്കണം കേട്ടോ. ഇക്വേറ്റിംഗ് ദി പവേഴ്സ് ഓഫ് എം എൽ ആൻഡ് ടി. എമ്മിന്റെ എല്ലിന്റെ ടിയുടെ പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഞാനൊന്ന് ഇപ്പോൾ പറഞ്ഞു തരാം. എമ്മിന്റെ പവർ ഇവിടെ എന്തോ എ ആ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കി എം ഉണ്ടോ? ഇല്ല. അന്നേരം നമ്മളെന്നറിയാവോ എമ്മിന്റെ പവർ എന്ന് പറയുന്നത് എ അല്ലേ. എ ഈസ് ഈക്വൽ ടു 0. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇക്വേറ്റിംഗ് ദി പവേഴ്സ് ഓഫ് എം എൽ ആൻഡ് ടിയുടെ എമ്മും എല്ലിന്റെയും ടിയുടെയും പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അന്നേരം എമ്മിന്റെ പവർ ഇവിടെ എ ആണ്, ഇപ്പുറത്ത് എം ഇല്ല. അന്നേരം എ ഈസ് ഈക്വൽ ടു 0. ഇനി എൽ റേസ് ടു ബി പ്ലസ് സി. അന്നേരം ഇവിടെ എല്ലിന്റെ പവർ എന്ന് പറഞ്ഞാൽ ബി പ്ലസ് സി ആണ്. അടുത്ത സ്റ്റെപ്പ് ബി പ്ലസ് സി. ഇപ്പുറത്ത് എൽ ഉണ്ടോ? ഇല്ല. എമ്മും ഇല്ല എല്ലും ഇല്ല. അന്നേരം ഇവിടെ എന്തെങ്കിലും കൊടുക്കണം? 0. ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അടുത്ത ടിയുടെ പവർ. ടിയുടെ പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് 2c ഈക്വൽ. ഇവിടെ ടിയുടെ പവർ ഉണ്ടോ നോക്കി. ടി ഉണ്ട്. ടിയുടെ പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ 1. വെറും ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1. അന്നേരം 1 ഉണ്ട് അല്ലേ. അതിൽ നിന്ന് നമുക്ക് സി ഈസിക്കൽ ഇങ്ങനെ എഴുതാമല്ലോ. 1/-2 എന്ന് പറഞ്ഞാൽ സി ഈസിക്കൽ നിങ്ങൾക്ക് അറിയാം -1/2 ആണ്. 1/-2 എന്ന് പറഞ്ഞാൽ -1/2. എന്നിട്ട് നമുക്ക് എയുടെ വാല്യൂ കിട്ടി, സിയുടെ വാല്യൂ കിട്ടി. ഇനി ഏതിന്റെ വാല്യൂ കിട്ടണം? ബി പ്ലസ് സി ഈസിക്കൽ ടു 0. അന്നേരം ഈ സിയുടെ സ്ഥാനത്തോട് നമുക്ക് -1/2 കൊടുക്കാമല്ലോ. അന്നേരം എന്ത് വരും? ബി പ്ലസ് മൈനസ് എല്ലാ സ്റ്റെപ്പും കൊച്ചു പിള്ളേരോട്ട് അങ്ങ് എഴുതി കാണിക്കുകയാണ്. ഈസിക്കൽ ടു 0. അന്നേരം ബി പ്ലസ് മൈനസ് ബി -1/2 ഈസിക്കൽ ടു 0. ബി ഈസിക്കൽ ടു 0 + 1/2 0 + 1/2 എന്ന് പറഞ്ഞാൽ ബി ഈസിക്കൽ ടു 1/2. ഇവിടെ വളരെ ശ്രദ്ധിക്കണം ഈ പവേഴ്സ്. അന്നേരം എയുടെ പവർ കിട്ടി, സിയുടെ കിട്ടി, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബിയും കിട്ടി. അന്നേരം എയുടെയും ബിയുടെയും കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ്. ഇനി പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി വാല്യൂസ് ഓഫ് എ ബി ആൻഡ് സി ഇൻ ഇക്വേഷൻ 1. ഏതാ ഇക്വേഷൻ നമ്പർ 1? ഞാൻ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ട് നോക്കിയേ. ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എക്ക് പകരം എന്ത് കൊടുക്കാം? എം റേസ് ടു 0. എയുടെ വാല്യൂ 0 ആയി. അടുത്ത എൽ റേസ് ടു ബിക്ക് പകരം 1/2. ഇനി ജി റേസ് ടു സി. ജി റേസ് ടു സിക്ക് പകരം എന്ത് കൊടുക്കാം? -1/2 അല്ലെ. എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ എം റേസ് ടു 0 1 ആണല്ലോ. ടി ഈസിക്കൽ എങ്ങനെ എഴുതാം? കെ ഇൻറ്റു എൽ റേസ് ടു ഹാഫ് ജി റേസ് ടു -1/2 അല്ലെ. കാരണം എം റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 1 ഇൻറ്റു ഇതങ്ങ് പോകും. എം റേസ് ടു 0 വരും 1 വരും. എൽ റേസ് ടു ഹാഫ് ഇൻറ്റു ജി റേസ് ടു -1/2. ടി ഈസിക്കൽ ടു കെ ഇൻറ്റു ശ്രദ്ധിച്ചോണേ, ഞാൻ എഴുതുന്ന സ്റ്റെപ്പ് വളരെ ശ്രദ്ധിച്ചോണം. എൽ റേസ് ടു ഹാഫ് ബൈ ജി റേസ് ടു ഹാഫ്. എന്താ എഴുതുന്നറിയോ? ജി റേസ് ടു ഹാഫ് മുകളിൽ പോയില്ലേ ജി റേസ് ടു -1/2 ആകും. ഇനി ഓർത്തോണം, എ റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിൽ റൂട്ട് എ എന്ന് പറയും. ബി റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ബി ആണ്.
അങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ റേസ് ടു ഹാഫ് എങ്ങനെ എഴുതാം? റൂട്ട് എൽ ബൈ ജി റേസ് ടു ഹാഫ് എന്ന് പറയുന്നത് റൂട്ട് ജി. റൂട്ട് എ ബൈ റൂട്ട് ബി എന്ന് പറഞ്ഞാൽ എന്തോ എഴുതാം? റൂട്ട് ഓഫ് എ ബൈ ബി. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇതിന്റെ കൂട്ടത്തിൽ കേട്ടോ. റൂട്ട് ഓഫ് എ ബൈ ബി എന്ന് പറയുന്നത് എന്തോ വരും? ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. കേട്ടോ, ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരിക. ടി ഈസ് ഈക്വൽ കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇനി നമുക്ക് കെയുടെ വാല്യൂ ഇത് തരേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ എഴുതാം: ഫ്രം എക്സ്പെരിമെന്റ്സ് ദി വാല്യൂ ഓഫ് കെ ഈസ് ഫൗണ്ട് ടു ബി 2π. കെയുടെ വാല്യൂ 2π ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം. സിമ്പിൾ പെന്നിലും ആണെങ്കിൽ അന്നേരം ടി സി അല്ലെങ്കിൽ കെയുടെ വാല്യൂ ഒരു തരും. അന്നേരം കെയുടെ വാല്യൂ 2π എന്ന് കൊടുക്കുമ്പോൾ ടി സിക്കൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇതല്ലേ കിട്ടേണ്ട നോക്കി. സിമ്പിൾ ആണ്. ഇത്രയും സ്റ്റെപ്പുകൾ വേണ്ട നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ്. അന്നേരം ഇനി ഇതൊന്നുകൂടെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ടു ഡിറൈവ് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നന്നായിട്ട് ക്ലിയർ ആവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിനകത്ത്, ഞാൻ ഒരുപാട് മെസ്സേജ് വന്ന് കിടപ്പുണ്ട് ഇഷ്ടംപോലെ. പിന്നെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അടുത്ത മൂന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് ടു കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻറ്റു അനദർ. നിങ്ങളുടെ സിലബസ് ഇല്ല യഥാർത്ഥത്തിൽ, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കൺവേർട്ട് 1 ന്യൂട്ടൺ ഇൻറ്റു, ശ്രദ്ധിച്ചാൽ നിങ്ങൾ പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അത് കൺവേർട്ട് 1 ന്യൂട്ടൺ ഇൻറ്റു 10⁵5 ഡൈൻ, കൺവേർട്ട് 1 ജൂൾ ഇൻറ്റു 10⁷7 എർഗ്. ഈ രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷെ അതും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡും എററും അതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എല്ലാം കൂടെ ഒരു ക്ലാസ് വരെ മാക്സിമം മതി നമുക്ക്. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. കുറച്ച് സമയം ഇരുന്നപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ 1 മണിക്കൂർ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ, ഇപ്പൊ ഈ 1 മണിക്കൂറിനുള്ളിൽ ഏകദേശം നല്ല പോർഷൻ കവർ ചെയ്തു. അടുത്തതിനുള്ളിൽ നമ്മൾ ഡയമെൻഷൻ തീരും. പിന്നെ മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈൻ, നമുക്ക് പെട്ടെന്ന് തീർത്തു പോകാം. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചെയ്തു പോവുകയും ചെയ്യാം. എല്ലാ ചാപ്റ്ററും പഠിപ്പിക്കുക എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾ 100% വേണം. എനിക്ക് 100% കോൺഫിഡൻസ് ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണം. നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ കമന്റ്സ് കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുക്കുക. മാക്സിമം കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുക. നിങ്ങളാണ്, ഞാൻ പറഞ്ഞു ലൈവിലും പറഞ്ഞു, നിങ്ങളാണ് നമ്മുടെ ഫാൻസ്. അധ്യാപകൻ കഷ്ടപ്പെടുമ്പോൾ കുട്ടികൾ 100 ഇരട്ടി കഷ്ടപ്പെടുക. നിങ്ങൾക്ക് എല്ലാം നല്ല മാർക്ക് കിട്ടും. അന്നേരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. ഒരു ഈഗോ നമുക്ക് ഉണ്ടാകരുത് കേട്ടോ. അന്നേരം എല്ലാവർക്കും അനുഗ്രഹങ്ങൾ. നന്നായിട്ട് എഴുതി പഠിക്കുക. ഓർത്തോണം, എഴുതി പഠിക്കണം. നിങ്ങളെക്കാട്ടിൽ ഈ പഠിപ്പിക്കുമ്പോൾ എല്ലാം നിങ്ങൾ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൂടുതൽ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും ഇനി ഞാൻ പ്രത്യേകിച്ച് ഇത് ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞില്ല. ഗിരീഷ് മാഷ് അല്ലെങ്കിൽ ഗിരീഷ് സാറിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. അന്നേരം ഗിരീഷ് ഫിസിക്സ് അതൊക്കെ അന്ന് പോയിപ്പോ ഗിരീഷ് ഫിസിക്സ് സൈനിങ് ഓഫ്.